2011 പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. 2011 തന്നെ മറ്റു നേതാക്കൾ പറഞ്ഞ കാര്യം ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഓരോ ഘട്ടത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ വി.ഡി. സതീശനും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും 2 നിലപാടാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ പിന്തുണ നൽകുന്നു എന്ന് അറിയിച്ചുകൊണ്ട് യു.ഡി.എഫുമായിട്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത്. അത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമുണ്ട്, അതിൽ വി.ഡി. സതീശനുമുണ്ട്. അപ്പോൾ ആ പിന്തുണ സ്വീകരിക്കാമെന്ന തീരുമാനം വരുന്നു. അതല്ലാതെ ആശയപരമായി വേറൊരു നിലപാടെടുക്കുന്ന ഒരു സംവിധാനത്തെ സഖ്യത്തിലേക്ക് കയറ്റുന്ന കാര്യം അവർ ആലോചിക്കുന്നേയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറയുന്നുണ്ട്. അങ്ങനെ സഖ്യത്തിന്റെ ഒരു ആലോചന യു.ഡി.എഫിനെ സംബന്ധിച്ചില്ല എന്ന് വി.ഡി. സതീശനും ആ രൂപത്തിൽ തന്നെയാണ് പറയുന്നത്. പിന്തുണ നേടുക മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് 2 സർവേകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഓൺ മനോരമ നടത്തിയ ഒരു സർവേയുടെ വിവരം പുറത്തു വരും. അവരുടെ റിപ്പോർട്ടർമാരെ തന്നെ വിട്ടിട്ടാണ്. ഇത് പൂർണ്ണമായും നമ്മൾ ശരിവെക്കുക എന്നുള്ളതല്ല, അവർ ഏതിലൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ സർവേയിൽ പറയുന്നത് പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനമായിരിക്കും വോട്ടിനെ സ്വാധീനിക്കുക എന്ന് 45% ആളുകൾ പറയുന്നു എന്നുള്ളതാണ്. പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനമാണ് വിലയിരുത്തുക എന്ന് പറഞ്ഞവരിൽ 70% ആളുകളും സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ല എന്ന് പറയുന്നതാണ്. വോട്ടിനെ സ്വാധീനിക്കുന്ന മറ്റു പ്രധാന ഘടകം വന്യജീവി സംഘർഷമാണ്. നമ്മൾ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ചർച്ചയായില്ലെങ്കിലും അതിലേക്ക് വരേണ്ടി വന്നു അല്ലേ? ഈ പന്നിയുടെ ഈ പന്നിക്കണിയിൽ മരണം സംഭവിക്കുമ്പോൾ അതിലേക്ക് വീണ്ടും ആ ചർച്ച വരികയായിരുന്നു.